കാരണം പഴയ കാലത്താണെങ്കിൽ കരുണാകരൻ മുഖ്യമന്ത്രി, പിന്നീടാണെങ്കിൽ ആൻ്റണി മുഖ്യമന്ത്രി, ആൻ്റണിയിലെ KPC പ്രസിഡന്റ്, കരുണാകരൻ ലീഡർ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് തുല്യർ വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഇന്നയാൾ മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ പറയാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, പിന്നെ അത് രമേശിനെ ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇടതുമുന്നണിയാണ് അധികാരത്തിൽ 10 വർഷം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ കാര്യത്തിൽ എന്നൊരു തീരുമാനം എടുക്കാൻ പെട്ടെന്നൊന്നും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്തയിലാണ്. അവർക്ക് സത്യം പറഞ്ഞ ഒരു ആശയക്കുഴപ്പത്തിലാണ്, എന്ത് വേണം എന്നൊരാശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ ഈ സ്വീകരണം കൊടുക്കുന്നൊന്നും നോക്കണ്ട, അതൊക്കെ ഇപ്പം ആവേശത്തിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വീകരണങ്ങളും സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ്സുകാരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണവും അതുപോലെ തന്നെ മറ്റേ ഫ്ലക്സ് ഉയർത്തലൊക്കെ. ഒരു ഫ്ലക്സ് ഉയർത്താൻ അജിംസെ ഒരു നാട്ടിലൊരു ഫ്ലക്സ് ഉയർത്താൻ 4 പേര് മതി. ആ ഫ്ലക്സ് രാത്രിയിൽ ഉയർത്തുക, പിറ്റേന്ന് വേണമെങ്കിൽ വേറൊരു ഫ്ലക്സ് ഉയർത്തിയിട്ട് അതിലൊരു ബ്ലേഡ് വെച്ചിട്ട് അതാരോ കീറി എന്ന് പറയാനും 4 പേര് മതി. അപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഈ തീരുമാനം ഒന്നിലത് പെട്ടെന്ന് തീരുമാനിക്കാം. കാരണം ഇത് ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുക. പ്രത്യേകിച്ച് സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, ഈ 2 പേര് ഇതിൽ വളരെ പ്രധാനപ്പെട്ടവരാണ്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയും AK ആൻ്റണിയും ഒക്കെ ഇതിൽ കാര്യമായിട്ട് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ KC വേണുഗോപാൽ ഒരു യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ശ്രീ പുളിപ്പാറ പറഞ്ഞു. അത് പങ്കെടുക്കാറില്ല. കാരണം അവനവൻ്റെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു യോഗത്തിൽ വേറൊരു നിരീക്ഷകനെ തീരുമാനിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്തു നിന്നുള്ള ഒരു സെക്രട്ടറിയും പങ്കെടുക്കാറില്ല ആ യോഗത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വേണു പങ്കെടുക്കാതിരുന്നത്. അതിൽ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആണെങ്കിലും ആരായാലും പങ്കെടുക്കാറില്ല. കാരണം വെച്ചാൽ അത് സ്വാധീനം വന്നു എന്നൊരു തോന്നൽ ചിലപ്പോൾ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കാറില്ല. അത് മനഃപൂർവ്വമല്ല, അത് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മുതിർന്ന നേതാക്കളുടെ ഇപ്പോൾ ഇന്ന് AK എന്നോട് പത്രലേഖകർ ആലോചിച്ച് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 പേരെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയില്ല പറഞ്ഞു. ആൻ്റണി അഭിപ്രായം പറയില്ല എന്ന് പത്രലേഖകരോട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അഭിപ്രായം പറയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഒരു തീരുമാനത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം സോണിയാഗാന്ധിയുടെ തീരുമാനത്തിന് പ്രസക്തി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഒക്കെ അറിയാമല്ലോ. അവരൊക്കെ കോൺഗ്രസിൻ്റെ അവരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങളിൽ, അതായത് കോൺഗ്രസ്സുകാർക്ക് ഉള്ള ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്, അവരെടുത്താൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോണിയാഗാന്ധിയോട് ചോദിക്കുകയാണ് ആരാണ് കേരളത്തിലെ നിൽക്കുമ്പോൾ സോണിയാഗാന്ധി അവരുടേതായ ചില നിഗമനങ്ങളൊക്കെ നടത്തിയിട്ടൊരു തീരുമാനമെടുത്തിട്ട് അറിയിക്കാനാണ് വഴി. കാരണം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ എല്ലാം ഇടപെടും തോന്നുന്നില്ല, പ്രിയങ്ക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള MP ആയതുകൊണ്ട്. പക്ഷേ ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഘടകകക്ഷികളുണ്ട്. ഘടകകക്ഷികളുടെ തീരുമാനം കോൺഗ്രസിൻ്റെ ഇതിലെ ബാധിക്കില്ലെങ്കിൽ പോലും ഘടകകക്ഷികൾക്കും അവർക്കും അഭിപ്രായം പറയാം. അപ്പോൾ അവരവരുടെ അഭിപ്രായം ഒരുപക്ഷെ മുൻകൂട്ടി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും. പരസ്യമായിട്ടത് പറയില്ല, ഞങ്ങളോട് ചോദിച്ച അഭിപ്രായം പറയാമെന്നൊക്കെ പറയുമെങ്കിലും അവരത് AICC കൃത്യമായിട്ട് അറിയിക്കും, ഞങ്ങളുടെ താല്പര്യം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചർച്ച നടത്തേണ്ടി വരും. ചർച്ച എന്ന് വെച്ചാൽ അത് MLA-മാരുമായിട്ടുള്ള ചർച്ചയല്ല ഞാൻ പറയുന്നത്. കാരണം MLA-മാർ ഇപ്പോൾ ഇന്ന് ഏതോ മറ്റേ വാർത്ത ഞാൻ കണ്ടു, 10 A ഗ്രൂപ്പ് MLA-മാർ ഉണ്ട്, അതുപോലെ ഇത്ര MLA-മാർ വേണുഗോപാലിൻ്റെ ഒപ്പം ഉണ്ട് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ ഇല്ല. എല്ലാ A ഗ്രൂപ്പ് നേതാക്കളുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മറ്റേ നമ്മളുടെ ബെന്നി ബെഹന്നാനും അതുപോലെ KC ജോസഫ്, K ബാബു, ഇങ്ങനെ എല്ലാവരും വ്യത്യസ്ത A ഗ്രൂപ്പുകാരാണ്. അല്ലാണ്ട് ഒരു കോമൺ A ഗ്രൂപ്പ് ഇപ്പോൾ ഇല്ല. അതിന് പുനരുജ്ജീവിപ്പിക്കണം, അതിനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ A ഗ്രൂപ്പ് ഇപ്പോൾ ഇല്ല. പിന്നുള്ളത് ജയിച്ചു വന്ന MLA-മാരാണ്. ജയിച്ചു വന്ന MLA-മാരെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യങ്ങൾ കാണും. അപ്പോൾ അവർക്കൊരു കോമൺ ആയിട്ടൊരു തീരുമാനം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്താ നിലപാടെടുക്കാമെന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം പരസ്യമായിട്ട് ഇപ്പോൾ ഒരാളെ എന്നൊരാളെ പിന്താങ്ങുകയാണെങ്കിൽ സ്വകാര്യമായിട്ട് ചിലപ്പോൾ പറയും ഞാൻ ഇന്നയാളാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പല വഴികളുണ്ടല്ലോ, അത് അറിയാനൊക്കെ പല വഴികളുണ്ട്. യെസ് ഓർ നോ എന്നല്ലല്ലോ ചോദിക്കുക, അതെന്തായാലും ചോദിക്കുകയും ചെയ്യും, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അതെല്ലാം മറികടന്നിട്ട് ഒരു പൊതു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കണക്കാക്കില്ലെങ്കിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങളുടെ നിരീക്ഷണമുണ്ട്, പൊതുപ്രവർത്തകരുടെ നിരീക്ഷണമുണ്ട്, ഈ കോമൺ പ്ലാറ്റ്ഫോമിൽ വന്നവരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിക്കപ്പെടണം. അപ്പോൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ പരമ്പരാഗതമായ ഒരു ശൈലിയിൽ നിന്നും ഒരു ചെറിയ വ്യതിയാനം കോൺഗ്രസ്സിന് കേരളത്തിൽ നടത്തേണ്ടി വരും. കാരണം കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഭരണഘടനാപരമായ ഒരു സമിതി അല്ലെന്നറിയാമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലൊരു നിലപാടെടുത്തിട്ട് കർണാടകയിലോ തെലങ്കാനയിലോ ഹിമാചലിലോ പോയിട്ട് അടുത്ത തവണ അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ വെച്ചാൽ ഇന്നേ വരെ ഇത്തരം ഒരു സാഹചര്യം കേരളത്തിലെ ഇലക്ഷൻ കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ പാർട്ടി വിട്ട് കോൺഗ്രസ്സിലേക്ക് വരികയാണ്.